ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എൻ്റെ കൂടപ്പിറപ്പുകൾ, സഹോദരങ്ങൾ, അഭിഷിക്തന്മാർ, നിങ്ങൾ എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് ദൈവത്തിൽ വിശ്വസിക്കുന്നു. നിങ്ങൾ എല്ലാവരും ആയിരിക്കുന്ന ഇടത്തിൽ ദൈവം നിങ്ങളെ അനുഗ്രഹിച്ച് വർദ്ധിപ്പിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ ദിവസവും ധ്യാനിക്കുന്ന പോലെ ഒരു തിരുവചനത്തിലേക്ക് നമുക്ക് നേരിട്ട് പ്രവേശിക്കാം. ഗലാത്യ ലേഖനം 6-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ വായിക്കുന്നത് ശ്രദ്ധയോടെ കേൾപ്പിൻ. സഹോദരന്മാരെ, ഒരു മനുഷ്യൻ വല്ല തെറ്റിലും അകപ്പെട്ടു പോയെങ്കിൽ ആത്മീയരായ നിങ്ങൾ അങ്ങനെ ഉള്ളവനെ സൗമ്യത ആത്മാവിൽ യഥാസ്ഥാനപ്പെടുത്തുവിൻ. നീയും പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ സൂക്ഷിച്ചു കൊള്ളുക. 2, 3 തമ്മിൽ ഭാരങ്ങളെ ചുമപ്പിൻ, ഇങ്ങനെ ക്രിസ്തുവിന്റെ ന്യായപ്രമാണം നിവർത്തിപ്പിൻ. 4 താൻ അല്പനായി ഇരിക്കെ മഹാനാകുന്നു എന്ന് ഒരുത്തൻ നിരൂപിച്ചാൽ തന്നെത്താൻ വഞ്ചിക്കുന്നു. ഓരോരുത്തൻ താൻ്റെ പ്രവൃത്തിയെ ശോധന ചെയ്യട്ടെ. എന്നാൽ അവൻ തൻ്റെ പ്രശംസ മറ്റൊരുത്തന് കാണിക്കാതെ തന്നിൽ തന്നെ അടക്കി വെക്കും. ഓരോരുത്തൻ താൻ്റെ ചുമട് ചുമക്കുമല്ലോ. വളരെ വ്യക്തമായിട്ടും അവൻ ഗലാത്യ സഭയ്ക്ക് പൗലോസ് അപ്പോസ്തലൻ കൊടുക്കുന്നത് പ്രശംസിക്കുന്നുണ്ടെങ്കിൽ അത് ക്രിസ്തുവിലായിരിക്കണമെന്ന് ഈ 6-ാം അധ്യായത്തിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട്. അതിൻ്റെ 14-ാം വാക്യം ഇങ്ങനെ പറയുന്നുണ്ട്: എനിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശിലല്ലാതെ പ്രശംസിപ്പാൻ ഇടവരരുത്. നമ്മുടെ പ്രശംസകളെല്ലാം ക്രിസ്തുവിലായിരിക്കണം. അവൻ തമ്മിൽ ഭാരങ്ങളെ ചുമക്കുന്ന ദൈവപ്രവൃത്തിയുടെ പരിപൂർണത ഈ ദിവസങ്ങളിൽ നമ്മളിൽ വെളിപ്പെടണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. ഇവിടെ ഇതാ ഗലാത്യ സഭയോട് പൗലോസ് അപ്പോസ്തലൻ അഭിസംബോധന ചെയ്യുന്നത്: സഹോദരന്മാരെ, ഒരു മനുഷ്യൻ വല്ല തെറ്റിലും അകപ്പെട്ടു പോയെങ്കിൽ ആത്മീയരായ നിങ്ങൾ അങ്ങനെ ഉള്ളവനെ സൗമ്യതയുടെ ആത്മാവിൽ യഥാസ്ഥാനപ്പെടുത്തുവിൻ. അപ്പോൾ ഈ ദിവസങ്ങളിൽ നമുക്ക് വേണ്ടത് സൗമ്യതയുടെ ആത്മാവാണ്. മറ്റുള്ളവരെ ചേർത്ത് പിടിക്കുന്ന, മറ്റുള്ളവരെ കരുതുന്ന, മറ്റുള്ളവരെ സംരക്ഷിക്കുന്ന, മറ്റുള്ളവരെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന അങ്ങനത്തെ ഒരു സൗമ്യതയുടെ ആത്മാവ് അത് നമുക്ക് ലഭിക്കണമെങ്കിൽ ആ ശിക്ഷന്റെ ക്വാളിറ്റി എന്നിൽ വെളിപ്പെടണം, ആ ശിക്ഷത്വം എന്നിൽ വെളിപ്പെടണം. യേശു കർത്താവിന്റെ മാർഗം തിരഞ്ഞെടുക്കുന്ന ഒരു ദൈവവൈതനാണോ അവനകത്ത് ദൈവത്തിന്റെ ക്യാരക്ടർ വെളിപ്പെട്ടിരിക്കും. ഇവിടെ ഇതാ പൗലോസ് അപ്പോസ്തലൻ അവൻ ഗലാത്യ സഭയോട് പറയുന്നു: ജഡത്തിന്റെ സ്വഭാവങ്ങളെ നിങ്ങൾ എന്ത് ചെയ്യണം? വകഞ്ഞു മാറ്റണം. ഇവിടെ 5:24 വളരെ വ്യക്തമായി പറയുന്നു: ക്രിസ്തു യേശുവിനുള്ളവർ ജഡത്തെ അതിന്റെ രാഗഭോഗങ്ങളോടുകൂടെ ക്രൂശിച്ചിരിക്കുന്നു. എന്നിട്ട് പറയുന്നു, ആത്മാവിലാണ് നാം ജീവിക്കുന്നുവെങ്കിൽ ആത്മാവിനനുസരിച്ച് നടക്കുകയും ചെയ്യുക. നാം അന്യോന്യം പോരിന് വിളിച്ചും അന്യോന്യം അസൂയപ്പെട്ടും കൊണ്ട് വൃഥ അപമാനികളാകരുത് എന്ന് പറഞ്ഞിട്ടാണ് 6-ാം അധ്യായത്തിന്റെ തുടക്കം ഇങ്ങനെ പറയുന്നത്. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം വളരെ വ്യക്തമായി പറയുന്നു: തമ്മിൽ ഭാരങ്ങളെ ചുമപ്പിൻ, ഇങ്ങനെ ക്രിസ്തുവിന്റെ ന്യായപ്രമാണത്തെ നിവർത്തിപ്പിൻ. ആമേൻ. ഈ ദിവസങ്ങളിൽ നമ്മൾ മറ്റുള്ളവരുടെ ഭാരങ്ങളെ ക്യാരി ചെയ്യുന്നവരായി മാറുവാൻ, മറ്റുള്ളവരുടെ മുറിവുകളെ കെട്ടുന്ന നല്ല ശമരിയക്കാരനും ശമരിയക്കാരത്തിയുമായി മാറുവാൻ ദൈവം സഹായിക്കട്ടെ എന്ന് ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളോട് അഭിസംബോധന ചെയ്യുന്നു. നമ്മൾ ഒത്തിരി വചനം കേൾക്കുന്നുണ്ട്, ദൂതുകൾ കേൾക്കുന്നുണ്ട്. പക്ഷെ സത്യവചനത്തിൽ നിന്ന് ഒരു വിധത്തിലെങ്കിലും മറ്റൊരു വിധത്തിൽ വഴി മാറിപ്പോകരുത്. ഇവിടെ ഇത് വ്യക്തമായി പറയുന്നു: നീയും പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ സൂക്ഷിച്ചു കൊള്ളുക. മറ്റൊരുത്തിനൊരു പ്രതികൂലം വന്ന് അതൊരിക്കലും എനിക്ക് വരത്തില്ലെന്ന് ചിന്തിക്കരുത്. പിശാച് അലറുന്ന സിംഹം പോലെ ആരെ വിഴുങ്ങേണ്ടുന്നു എന്ന് പറഞ്ഞ് ഭാവിച്ചു നടക്കുകയാണ്. ഏത് നിമിഷവും വീഴാം. അതുകൊണ്ട് ലേഖനകർത്താവ് പൗലോസ് അപ്പോസ്തലൻ വളരെ വ്യക്തമായി പറയും: പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, വീഴുന്നവൻ വീഴാതിരിക്കുവാൻ സൂക്ഷിക്കട്ടെ. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനമേ, തമ്മിൽ ഭാരങ്ങളെ ചുമക്കുന്ന, ദൈവകൃപ പ്രാപിക്കുന്ന ഒരു ദൈവിക അഭിഷേകത്തിന്റെ പരിപൂർണത ഈ ദിവസങ്ങൾ നിങ്ങളിലും എന്നിലും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. May God bless you. Jesus loves you. God be with you.